നമസ്കാരം വെൽക്കം ബാക്ക് ടു കാണാം പഠിക്കാം വളരാം. ഞാൻ സജീവ് വി കെ, ടെക്നിക്കൽ ഓഫീസർ IKM പാലക്കാട് ജില്ല. 22/3/2023 ഇറങ്ങിയ 77/2023 സർക്കാർ ഉത്തരവ് നമ്പർ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയാതെ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയോ പുതുക്കി പണിയുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഉടൻ തന്നെ സർക്കാരിനെ അറിയിക്കേണ്ടതാണ്. അത്തരത്തിൽ അറിയിക്കുന്നതിനായി 9B എന്നൊരു ഫോം സർക്കാർ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ 9B ഫോം എങ്ങനെ ലഭ്യമാകും, അത് ഫിൽ ചെയ്ത് എങ്ങനെ ഓൺലൈനായി തന്നെ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് അയക്കാം, അതോടൊപ്പം എങ്ങനെ നമുക്ക് ലഭിക്കുന്ന പിഴ പലിശ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അനധികൃതമായി പുതുക്കി പണിത കെട്ടിടങ്ങൾ, അനധികൃതമായി മാറ്റം വരുത്തിയ കെട്ടിടങ്ങൾ, ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയാതെ ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾക്ക് ഈ 9B ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 9B ഫോം എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. അതിനായി ആദ്യം citizen.lsg.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ ഫ്രണ്ട് സ്ക്രീനിൽ ഇതാ കാണുന്നത് കണ്ടോ, കെട്ടിടം പണിയുകയോ പുതുക്കി പണിയുകയോ മാറ്റം വരുത്തുകയോ ചെയ്ത് സംബന്ധിച്ച കെട്ടിട ഉടമ നൽകുന്ന അറിയിപ്പ് സംബന്ധിച്ച ഫോം. ഇവിടെ നിന്നും QR കോഡ് സ്കാനർ വഴി നമുക്ക് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ lsg.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത ഫോം നമുക്കൊന്ന് കാണാം. ഇതാണ് 9B ഫോം എന്ന് പറയുന്നത്. ഈ ഫോം ആദ്യം നമ്മൾ ഫിൽ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭയുടെ പേര് അതിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ സോണൽ ഓഫീസ് എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ കേസിലേക്ക് മെയിൻ ഓഫീസ് എന്ന് തന്നെ കൊടുക്കാം. വാർഡിൻ്റെ പേരും നമ്പറും അവിടെ രേഖപ്പെടുത്തുക. കെട്ടിട നമ്പർ രേഖപ്പെടുത്തുക. കെട്ടിട ഉടമയുടെ പേര്, കെട്ടിട ഉടമയുടെ വിലാസം, കെട്ടിട ഉടമയുടെ മൊബൈൽ നമ്പർ, കെട്ടിട ഉടമയുടെ ഇമെയിൽ വിലാസം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഇനി പ്രധാനപ്പെട്ട പോയിന്റ്, ഏത് തരത്തിലുള്ള അറിയിപ്പാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അറിയിക്കാൻ പോകുന്നത്? നിലവിലുള്ള കെട്ടിടത്തിലുള്ള കൂട്ടിച്ചേർക്കലാണോ, അതോ തറ നിർമ്മിതിയുടെ തരത്തിലുള്ള മാറ്റം വരുത്തിയതാണോ, അല്ലെങ്കിൽ മേൽക്കൂരയിൽ തരം മാറ്റിയതാണോ, അല്ലെങ്കിൽ പൊളിച്ചു കളഞ്ഞതാണോ ഭാഗികമായിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി പൊളിച്ചു കളഞ്ഞ കേസാണോ, അല്ലെങ്കിൽ ഉപയോഗക്രമത്തിൽ മാറ്റം വരുത്തിയതാണോ, അല്ലെങ്കിൽ AC സ്ഥാപിച്ചതാണോ, നീന്തൽക്കുളം സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ കെട്ടിടം പണിതതാണോ? ഇത്തരത്തിൽ 9 അനധികൃതമായി ചെയ്ത കാര്യങ്ങളിൽ ഏതാണ് നമ്മൾ ചെയ്തത് എന്നത് ടിക്കിടുക. കെട്ടിടത്തിൻ്റെ മാറ്റം സംബന്ധിച്ച വിവരം ജസ്റ്റ് താഴെ ഒന്ന് കൊടുക്കുക, ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുക്കുക. പിന്നെ ഹാജരാക്കേണ്ട രേഖകൾ ചോദിക്കുന്നുണ്ട്. ഇതിന് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഹാജരാക്കേണ്ട രേഖകളൊന്നുമില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഹാജരാക്കണമെങ്കിൽ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. ഇനി താഴെ സത്യപ്രസ്താവന എന്ന് പറയുന്നുണ്ട്. അതിൽ സ്ഥലവും തീയതിയും എഴുതി ഒപ്പ് ഇടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 9B ഫോം ഫില്ലായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോവാതെ ഓൺലൈനായി സമർപ്പിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. അതിനായി citizen.lsg.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അവിടെ മുകളിൽ ലോഗിൻ എന്ന ബട്ടൺ ഉണ്ട്. ലോഗിൻ ചെയ്യണം. അതിനു മുൻപ് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്ങനെ citizen.lsg.kerala ഈ സിറ്റിസൺ സർവീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം, ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ട ശേഷം രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാണ് കാണാൻ കഴിയുന്നത്. അതിൽ മുകളിലുള്ള ഇടതുവശത്ത് കാണുന്ന ആ 3 ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള മെനൂസ് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണുക. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഓൺലൈനായി 9B ഫോം സമർപ്പിക്കാമെന്ന് നോക്കാം. അതിനായി ഈ സ്ക്രീനിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നികുതികൾ എന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. നോക്കൂ, നികുതികൾ. അതിൽ ആദ്യം കാണുന്ന വസ്തുനികുതി എന്ന ഭാഗത്ത് കുറച്ച് താഴെയായി കെട്ടിടത്തിൻ്റെ ഘടനയിലോ ഉപയോഗക്രമത്തിലോ ഉള്ള മാറ്റം കാരണം വസ്തുനികുതി പുനർനിർണ്ണയിക്കുന്നതിനുള്ള അപേക്ഷ എന്ന മെനു സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പ്രധാന വിഭാഗം നികുതികൾ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. ഉപവിഭാഗം വസ്തുനികുതി എന്നത് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്.
അപേക്ഷയുടെ തരം വന്നിട്ടുണ്ട്. ഇനി ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണോ അപേക്ഷ അയക്കാൻ പോകുന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിലനിൽക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക. ഓഫീസിൻ്റെ തരം സെലക്ട് ചെയ്യുക. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക. ഓഫീസിൻ്റെ പേര് കോംബോ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്ത് നൽകുക. ശേഷം അപേക്ഷയുടെ തരം സെലക്ട് ചെയ്യുക. വ്യക്തിഗതമാണോ, സംയുക്തമാണോ, അല്ല സ്ഥാപനം നൽകുന്ന അപേക്ഷയാണോ സെലക്ട് ചെയ്യുക. അടുത്തതായി വിഭാഗം സെലക്ട് ചെയ്ത് നൽകുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജാണ് ലഭിക്കുന്നത് എങ്കിൽ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട മൈനർ ഫംഗ്ഷൻ ആ ഓഫീസിൽ മാപ്പ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അവർ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ക്രീനിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്തു. ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വിഷയവിവരങ്ങൾ വിജയകരമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പേജിലോട്ട് നമുക്ക് പോകാം. അടുത്ത പേജിൽ അഡ്രസ് സംബന്ധിച്ച വിവരങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് പ്രൊഫൈലിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്രസ് വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നതായി കാണാം. അതുപോലെ തന്നെ സ്ഥിരമായ മേൽവിലാസം സമാനമാണ്, അതായത് മുകളിൽ കാണുന്ന വിലാസം തന്നെയാണ് സ്ഥിരമായ മേൽവിലാസം എങ്കിൽ ഈ ചെക്ക് ബോക്സ് ടിക്കറ്റ് നൽകാവുന്നതാണ്. മുകളിൽ നൽകിയ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായി അവിടെ വന്നോളും. ഇനി നമുക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിലോട്ട് പോകാം. ഈ കാണുന്ന സ്ക്രീനിൽ അപേക്ഷ എൻ്റർ ചെയ്ത് നൽകുകയോ ഒരു പേപ്പറിൽ അപേക്ഷ എഴുതി സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് നൽകുകയോ ചെയ്യാവുന്നതാണ്. സാധാരണ ഒരു ഓഫീസിലോട്ട് നൽകുന്ന അപേക്ഷ അത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ പേപ്പറിൽ എഴുതി സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതുമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർഡ് സെലക്ട് ചെയ്ത് നൽകുക. കത്തിടപാടുകൾ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏത് രീതിയിൽ നടത്തണം എന്നതാണ് ഇവിടെ കോംബോ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്ത് നൽകാനുള്ളത്. നമുക്കത് രജിസ്റ്റേർഡ് യൂസറുടെ ഇൻബോക്സ് എന്ന് കൊടുക്കാം. നമ്മുടെ ഇൻബോക്സിൽ തന്നെ ലഭിച്ചാൽ മതിയാവും. ഓക്കെ, സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത പേജിലോട്ട് പോകാവുന്നതാണ്. ഈ പേജിലാണ് നമ്മൾ 9B ഫോം അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. നേരത്തെ കാണിച്ചു തന്ന 9B ഫോം ഫിൽ ചെയ്തത് ഇവിടെ സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. അതിനായി സെലക്ട് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ വഴി 9B ഫോം അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. നോക്കൂ, 9B ഫോം അറ്റാച്ച് ചെയ്ത് നൽകിയിരിക്കുന്നു. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ ഫയലിൻ്റെ സൈസ് 1 MBയിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതെ, അപ്പോൾ നമ്മൾ വിജയകരമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശേഷം നമ്മുടെ ഡിക്ലറേഷൻ നൽകുന്നു. ചിത്രത്തിലുള്ളതുപോലെ തന്നെ കോഡ് രേഖപ്പെടുത്തുന്നു. ശേഷം സമർപ്പിക്കുക എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതെ, നമ്മുടെ അപേക്ഷ വളരെ വിജയകരമായി സമർപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് അനധികൃത നിർമ്മാണങ്ങൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈനായി തന്നെ അപേക്ഷിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ അപേക്ഷിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കാവുന്ന ഫൈനാണ് ഒഴിവായി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് 9B ഫോം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് സമർപ്പിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.